അജണ്ട എന്നുള്ളത് ആ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുൻപ് ശ്രീ എം ജയചന്ദ്രൻ, ജയിലിൽ തല്ലുണ്ടാക്കിയതിന് കടക്കില്ല. 12ഓളം കേസ് ഇപ്പൊ നിൽക്കുന്നു. അതിലൊരെണ്ണം പ്രൊഡക്ഷൻ വാറന്റ്, ജാമ്യം എടുത്തിട്ട് പുറത്തിറങ്ങാൻ പറ്റൂ. ജയിൽ ഉദ്യോഗസ്ഥരെ തല്ലി ചതച്ചു, അങ്ങനെ ജയിൽ മാറ്റി. ജയിലിലിരുന്ന് കൊട്ടേഷൻ ഏർപ്പാട്, സ്വർണം പൊട്ടിക്കൽ എല്ലാം നടത്തി. പ്രൊബേഷൻ റിപ്പോർട്ട് വരെ എതിരാണ്. പരോളിൽ ഇറങ്ങിയപ്പോഴും തല്ലുകേസിൽ പ്രതിയായി. പാർട്ടി ഇടപെടുന്നില്ല, സർക്കാർ ഇടപെടുന്നില്ല എങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളൊന്നുമല്ലല്ലോ കൊടിസുനി. ഇത്രയധികം പരിഗണന കിട്ടാൻ തോന്നുന്നില്ലേ? പാർട്ടി ഇടപെട്ടിട്ടാണ് കൊടിസുനി ഇറങ്ങിയത് എന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാണ് അപർണയുടെ ചോദ്യം. അതെ. പിന്നെ അല്ല, എത്രമേൽ ഭയാനകമായ കഥകളാണ് ഇപ്പോൾ രൂപപ്പെട്ടു വരുന്നതെന്ന് നോക്കൂ. അപർണ ഉൾപ്പെടെ പറയുന്നത് പിന്നെ CPM-ന്റെ ജില്ലാ സമ്മേളനം അടുത്ത മാസം നടക്കാനിരിക്കുന്ന അടുത്ത മാസത്തോടുവിൽ രാഷ്ട്രീയ കൊലപാതകത്തിന് ഒപ്പുകൂട്ടുകയാണ് CPM. അതിനാണ് കൊടിസുനി ഇറക്കിയിരിക്കുന്നത്. ഇതാണല്ലോ രത്ന ചുരുക്കം. വിശദീകരിക്കാതെ പറഞ്ഞാൽ അതാണ് ഇപ്പോൾ പറഞ്ഞത്. പക്ഷേ അപർണയെങ്കിലും ആ പിന്നെ ഉത്തരവൊന്ന് വായിച്ചു നോക്കണം. കൊടിസുനിയെ പരോൾ അനുവദിച്ചതിൻ്റെ അതിൽ പറഞ്ഞിട്ടുണ്ട് കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ കടക്കരുത് എന്ന്. അപ്പോ അത് ഇത് ബാധകമല്ല, ഈ അപർണയ്ക്ക് ഉൾപ്പെടെ അത് ബാധകമല്ല, അത്തരം പ്രശ്നങ്ങളൊന്നും. അല്ലേ? അതിനൊരു മറുപടി പറയുമോ താങ്കൾ? ഈ പരോളിലിറങ്ങി തല്ലുകേസിൽ പ്രതിയായ ഒരാൾക്ക് ഇതെന്ത് ബാധകം? പരോളിലിറങ്ങി എന്തൊക്കെ ചെയ്യരുത് എന്ന് പറഞ്ഞതെല്ലാം ചെയ്ത ഒരാൾക്ക് ജയിലിലിരുന്ന് ഫോൺ എത്ര പേർക്ക് വിളിക്കാം? ജയിലിലിരുന്ന് ആർക്ക് സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ കൊടുക്കാം? ആർക്ക് സ്വർണം പൊട്ടിക്കൽ നടത്താം? ഇതൊക്കെ ചെയ്ത ഒരാൾക്ക് ഈ ഉത്തരവ് ഏത് തരത്തിൽ ബാധകം? അത് ശരി. ഞാൻ ചോദിച്ചത് എന്താണ്, താങ്കളുടെ മറുപടി എന്താണ്? ഞാൻ ചോദിച്ചത് ഈ പിന്നെ കോടതി ഇതിന്റെ പരോൾ ഉത്തരവിൽ ഉള്ള നിബന്ധന എന്താണ്? ആ നിബന്ധന തെറ്റിച്ചാൽ എന്താണെന്നുള്ള സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാം. പിന്നെ അഡ്വക്കേറ്റ് കൂടിയായ KM ഷാജഹാൻ പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കുന്നത് കൊടിസുനി ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന കണ്ണൂരിലും കാസർഗോഡ് ജില്ലയിലും പ്രവേശിക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്ന ആ പിന്നെ നിബന്ധന കർശനമായി നടപ്പിലാക്കുന്ന ഒരു അച്ചടക്കത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യൻ പൗരനാണെന്ന് ഞാൻ വിശ്വസിക്കണം എന്നാണ് M ജയചന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഞാൻ പറയുകയില്ല. താങ്കൾ വിശ്വസിക്കണമെന്നല്ല. താങ്കളുടെ അഭിപ്രായം പറഞ്ഞപ്പോ ഞാൻ എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഞാൻ എൻ്റെ പ്രതികരണമാണ് പറഞ്ഞത്. താങ്കളോ പിന്നെ ഈ പാനലിലുള്ള മറ്റാരെങ്കിലും ഇത് വിശ്വസിക്കണം എന്നുള്ള പ്രശ്നത്തിലല്ലല്ലോ നമ്മൾ ഒരാളും ചർച്ചയിൽ പങ്കെടുക്കുന്ന അങ്ങനെയല്ലല്ലോ. മറ്റൊരാളെ വിശ്വസിപ്പിക്കാനുള്ളതല്ലോ, ഇതൊരു ചർച്ചയല്ലേ. അപ്പോ അതൊരു കാര്യം. രണ്ടാമത് ഇയാളുടെ അമ്മ മനുഷ്യാവകാശ കമ്മീഷന് കൊടുത്ത പരാതിയെ കുറിച്ചെല്ലാം നിങ്ങൾ പറഞ്ഞു. ഈ കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ ആകെ 60 ദിവസം മാത്രമാണ് തൻ്റെ മകനെ പരോൾ അനുവദിച്ചിട്ടുള്ളത് എന്നാണ് മനുഷ്യാവകാശ കമ്മീഷന് കൊടുത്ത അപേക്ഷയിൽ അവർ പറയുന്നത്. അതുകൊണ്ടാണ് ഇത് പരിഗണിക്കണം എന്നവർ പറയുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ഒരാൾക്ക് ഒരു ദിവസം എത്ര പരോളാണ് അനുവദിക്കാനാവുക, അത് സംബന്ധിച്ച് നിയമത്തിൽ വ്യവസ്ഥകൾ ഉണ്ടല്ലോ. സാധാരണഗതിയിൽ ചുരുങ്ങിയ പരോൾ എന്ന് പറയുന്നത് 7 മുതൽ 15 ദിവസം, കൂടിയ പരോൾ എന്ന് പറയുന്നത് 30 ദിവസം വരെ. അങ്ങനെയാണ് നിയമത്തിൽ പറയുന്നത്, വ്യവസ്ഥ അങ്ങനെയാണ്. അപ്പോ ഒരു തടവുകാരന് ഒരു വർഷം 60 ദിവസം പരോൾ കിട്ടാനുള്ള അവകാശമുണ്ട് നിയമപ്രകാരം. 60 ദിവസം പരോളിനുള്ള അവകാശമുണ്ട്. അതാണ് നിയമം പറയുന്നത്. ഇനി ആ നിയമം ഏതാണ്? അതാണ് സംശയമുണ്ടെങ്കിൽ പിന്നെ അതും പറയാം. 2016 കേരള പ്രശ്നങ്ങളും സംശുദ്ധീകരണ റിപ്പോർട്ട് നിയമപ്രകാരം എന്ന് പറയുന്ന ആ ചട്ടക്കൂടിനകത്തുള്ളതാണ് എന്നാണ് വിശ്വാസം, അല്ലെ? ആ നിയമപ്രകാരം എന്ന് പറയുന്നത് പ്രൊബേഷൻ റിപ്പോർട്ട് കൂടി ഉൾപ്പെടുന്നുണ്ട്. പ്രൊബേഷൻ റിപ്പോർട്ട് പരിപൂർണമായിട്ട് എതിരായിട്ട് നിൽക്കുന്ന ഒരാള് 60 ദിവസം പരോൾ കിട്ടിയപ്പോൾ ആ പരോൾ കാലത്ത് പുറത്തിറങ്ങി തല്ലുകേസിൽ പ്രതിയായിട്ടുള്ള ഒരാള്. അല്ല, ഞാൻ പറഞ്ഞോട്ടെ, എനിക്ക് എന്റെ അഭിപ്രായങ്ങൾ പറഞ്ഞ് പൂർത്തീകരിക്കാനുള്ള സമയം താങ്കൾ തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത്രയും വിശ്വാസം എനിക്ക് ആകാമല്ലോ. അപ്പോ ഇത് ഞാനിവിടെ പുതുതായിട്ട് കൊണ്ടുവന്ന അല്ലെങ്കിൽ LDF സർക്കാർ പിന്നെ LDFകാർക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയ എന്തെങ്കിലും നിയമമല്ല. അത് ഞാനീ പറഞ്ഞ പിന്നെ നിയമത്തിലെ അത് ഉദ്ധരിച്ചുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്. 2016 കേരള പ്രസിഡന്റുകളും സംശുദ്ധീകരണ സാൻമാർഗീകരണ സേവനങ്ങളും നിർവഹണം ചട്ടങ്ങൾ, അതില് പിന്നെ ആ സംഗതി ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ്
ഞാനിത് പറയുന്നത്. ആ അവകാശം എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഇയാളുടെ അമ്മ പറയുന്നു അങ്ങനെ കൊടുത്തിട്ടില്ല. കൊടുക്കാതിരിക്കാനുള്ള കാരണങ്ങൾ മറ്റെന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് നമുക്ക് അറിയുകയും ചെയ്യാം. ഇപ്പോ അപർണ പറഞ്ഞത് ഉൾപ്പെടെയുള്ള കാരണങ്ങൾ അതിനൊക്കെ ആധാരമായിട്ടുണ്ട്. പക്ഷേ ഒരാൾക്ക് ഒരു സാധാരണ പരോൾ എന്ന് പറയുന്നത് 60 ദിവസം ഒറ്റയടിക്കല്ല, പിന്നെ 2ഓ 3ഓ ഘട്ടമായിട്ടാണ് അനുവദിക്കാനുള്ള നിയമത്തിലുള്ള വ്യവസ്ഥയുള്ളത്. അസാധാരണമായി പിന്നെ വീണ്ടും 45 ദിവസം കൂടെ നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. അതും ഒറ്റയടിക്കല്ല. അസാധാരണം എന്ന് പറയുന്നത് പിന്നെ അച്ഛൻ, അമ്മ, ചേട്ടൻ, ചേച്ചി അങ്ങനെ അടുത്ത ബന്ധുക്കളുടെ പിന്നെ മരണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ ഈ പ്രതിക്ക് തന്നെ, അത് അസാധാരണ പിന്നെ അവധിക്കുള്ള പശ്ചാത്തലം എന്ന് പറയുന്നത്. അത് നിയമപ്രകാരമുള്ള തടവുകാരനുള്ള അവകാശമാണ്. അതാണല്ലോ തടവുകാരൻ എന്ന് പറയുന്നത്. പിന്നെ ഈ കറക്ഷണൽ എന്താ പറയുന്നത്, സെന്റർ എന്നാണല്ലോ ജയിലിനെ കുറിച്ച് പറയുക. അങ്ങനെ ഈ നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവിലടക്കം ജയിൽ എന്നുള്ളതല്ല അവർ ഉപയോഗിച്ചിരിക്കുന്ന പദം എന്ന് ഓർക്കണം. അത് വായിച്ചാൽ അറിയാമല്ലോ. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അല്ല, അതൊക്കെ ശരിയാണ്. പക്ഷെ ഇതൊന്നും ബാധകമല്ലാത്ത ഒരു വിഷയമാണല്ലോ ഇതെന്നുള്ളതാണ്. ഈ പറയുന്നതൊക്കെ സാധാരണ രീതിയിൽ അതൊരു കറക്ഷണൽ സെന്റർ ആണ്. അങ്ങനെയാണെങ്കിൽ അതൊന്നുമല്ല. അല്ല, താങ്കളത് പറഞ്ഞോളൂ. ഞാൻ പറയുന്നത് ഞാൻ എന്റെ അഭിപ്രായം ഒന്ന് പൂർത്തിയായിക്കോട്ടെ പറഞ്ഞു. അപ്പൊ ഈ കേസില് TP കേസിലെ എല്ലാ പ്രതികൾക്കും കാലാകാലങ്ങളിൽ പരോൾ കിട്ടുന്നുണ്ട്. പിന്നെ തിരിച്ചവർ പരോളിൽ ഇറങ്ങിയിട്ട് മുങ്ങിയിട്ടില്ല, തിരിച്ചു ചെന്നിട്ടുമുണ്ട്. ഇയാളും ഈ പറയുന്ന 60 ദിവസത്തെ പരോൾ അനുഭവിച്ച ആളാണ് ഈ കൊടിസുനി എന്ന് പറയുന്ന പ്രതി. അയാളും തിരിച്ചു ചെന്നിട്ടുണ്ട്. പക്ഷേ ജയിലിനുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിന് പോലീസ് കേസുണ്ട്, അത് നേരിടുന്നുണ്ട്. ഇപ്പൊ തവനൂർ ജയിലിലാണ് ഈ പ്രതി ഉള്ളത്. അതുകൊണ്ട് പിന്നെ അയാൾക്ക് ജയിൽ നിയമങ്ങൾ പ്രകാരമുള്ള പരോളിന് അർഹതയുണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കപ്പെട്ടത്. ആ പരിശോധനയിലാണ് 30 ദിവസത്തെ പരോൾ അനുവദിച്ചിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതാണ് പ്രാഥമികമായി എനിക്ക് കാര്യത്തിൽ പറയാനുള്ളത്. ഓക്കെ, ഞാൻ തിരികെ എത്താം.